ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്നത്തെ റെസിപ്പിയെ മത്തിപ്പീരയാണ് കാണാൻ പോകുന്നത് നമ്മളെ. അപ്പൊ എല്ലാവർക്കും പീര വെക്കാനൊക്കെ അറിയാമെങ്കിലും നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാ ഞാൻ ചെയ്യുന്നതെന്നൊന്ന് കാണണ്ടേ. ചെറിയ മീനുകളാ കൂടുതലും പീര വെക്കുന്നത്, തേങ്ങാപ്പീര വെച്ച് പറ്റിച്ചെടുക്കുന്നത്. അത് മത്തി നല്ലതാണ്. മത്തിയിലൂടെ മാങ്ങയൊക്കെ ചേർക്കാം. എൻ്റെ അടുത്ത് മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുടംപുളി ഇട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. വാ. റെസിപ്പി ഒരു മത്തി പറ്റിക്കുന്നതാണ് കാണുന്നത്. ചെറിയ മീനുകളെല്ലാം തേങ്ങാപ്പീര ഇട്ട് പറ്റിക്കാൻ നല്ലതാണ്. ഇത് മത്തി ശരിയായിട്ടുള്ള മത്തി അല്ല, ഇത് കണ്ടിട്ട് മുള്ളമത്തി അല്ലെങ്കിൽ കിരിയാമത്തി എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയും. അപ്പം ഈ മത്തി കറി വെക്കുന്നതിന് നല്ലത് തേങ്ങാപ്പീര ഇട്ട് പറ്റിക്കുന്നതാണ്. അതിനുവേണ്ടി ഇത് 5 മത്തിയുണ്ട്. ഒരു 400 ഗ്രാം അത്രയുള്ളായിരുന്നു. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിലും കുറവാണ്. ഇതിലേക്ക് വേണ്ടിയ റെസിപ്പികൾ കാണാം. ഇതിലേക്ക് ഞാൻ 6 വെളുത്തുള്ളി ചതച്ചെടുത്തു. അതിനകത്തേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും 5 പച്ചമുളകും 2 കതിർപ്പ് കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ചതച്ചെടുത്തു. ഇത് ഈ മത്തിയിലേക്ക് ഇടാം. അതുപോലെ തന്നെ അരമുറി തേങ്ങ, ഇതിനകത്ത് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇവിടെ കിട്ടുന്ന തേങ്ങ, ഞാൻ ഈ തേങ്ങാപ്പീര ഉപയോഗിച്ചേക്കുന്ന മുഴുവൻ തേങ്ങയുടെ അല്ല, ഇത് ഇവിടെ ഫ്രഷ് തേങ്ങ ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതാണ്. ഇത് ഒരുപാട് ഇട്ട് ചതയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് ചേർത്തെടുത്താൽ മതി. ഇതിലേക്ക് ഇതിട്ടു. ഇനി ഇതെല്ലാം കൂടെ തേങ്ങാപ്പീര ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി അത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കഷ്ണം പുളി, അത് കുടംപുളിയാണ്. അത് ചെറുതായിട്ട് കീറി എടുത്ത് ചൂടുവെള്ളത്തിയിട്ട് വെച്ചേക്കുമായിരുന്നു. അതാണ് 4 കഷ്ണം വന്നത്. 2 കഷ്ണം 2ആയിട്ട് മുറിച്ചെടുത്തുകൊണ്ടാണ് അത് ഇട്ട് വെച്ച് ആ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് വെക്കണ്ട. ഇതേന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. കുറച്ച് പുളിവെള്ളം ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ ഇനി ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ മീൻ പറ്റാൻ വെന്ത് കഴിഞ്ഞും പിന്നെ അത് പറ്റിക്കാൻ വേണ്ടി വെക്കണം. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ആദ്യം വെക്കുമ്പോൾ, മീൻ പറ്റിക്കാൻ വെക്കുമ്പോൾ ഇങ്ങനെ നിരത്തി ഇടാതെ ഇതെല്ലാം കൂടെ ഒന്ന് അമക്കി പൊതിഞ്ഞ് വെക്കുന്നതാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. മീൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിലെ വെള്ളമൊക്കെ പറ്റി തുടങ്ങി. അപ്പോൾ ഇത് ചെറിയ തീയിലേക്കാക്കിയപ്പം ഈ സമയത്ത് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ സ്പൂണിട്ട് ഒരുപാട് ഇത് കുത്തി ഇളക്കല്ലേ, ഒന്ന് തട്ടി ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാകാവൂ. ആ തേങ്ങാപ്പീരയിലെല്ലാം നമ്മളിട്ട ഉലുവാപ്പൊടി ഒന്ന് പിടിക്കാൻ വേണ്ടി. ഒരുപാട് ഉറക്കിയിട്ട് ഇളക്കിയാൽ അത് മീൻ പൊടിഞ്ഞു പോവും. അതുപോലെ തന്നെ ഒരു സ്പൂണോളം വെള്ളം കൂടെ നമുക്കൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് മീൻ ഒരു 10 മിനിറ്റ് കഴിയുമ്പം നമുക്ക് നോക്കാം ഉപ്പും മീനൊക്കെ വെന്തോ എന്ന്. അപ്പോൾ ഇനിയും നമ്മൾ ഇത് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പടച്ച് കൊടുക്കാം. ഈ അടുപ്പേ വെച്ചിട്ട് 10 മിനിറ്റ് ആകുന്നു. ഇടയ്ക്ക് ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അടപ്പ് മാറ്റി നമുക്ക് നോക്കാം. ഇനി ഇതിനകത്ത് ഒരു കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മീനൊക്കെ ഇപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് സ്പൂണിട്ട് ഇളക്കല്ലേ, നടുക്കൂന്നൊന്ന് ചെറിയ ഗ്രേവി വേണ്ടിയവർ അത് വെക്കാം. ഇതിപ്പം ഇങ്ങനെ ഇനിയൊരു കുറച്ച് ഇതൂടെ ഉള്ളൂ. അത് ചെറിയ തീയിൽ അതൊന്ന് പറ്റിയെടുത്താൽ മതി. അപ്പം നല്ല അടിപൊളിയൊരു മത്തിപ്പീരയാണിത്. മൊത്തത്തിൽ 10-12 മിനിറ്റ് എടുത്തുള്ളൂ. ഇത് ചട്ടിയുടെയും പാത്രത്തിൻ്റെയും ഒക്കെ വ്യത്യാസം ഉണ്ടാവും മീൻ വേകുന്നത്. പക്ഷേ മത്തി പറ്റിക്കുമ്പോൾ ഒരുപാട് വേവൊന്നുമില്ല. മത്തിക്ക് പ്രത്യേകിച്ച് മത്തി എളുപ്പം വേകും. മത്തിയും മറ്റ് കൊഴുവ പോലുള്ള ചെറിയ മീനുകളൊക്കെ.
ഞാൻ ഈ പീരയ്ക്കൊക്കെ ഇപ്പം നല്ല ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. ഞാൻ ഉലുവാപ്പൊടി ചേർക്കുന്നത് കാണിച്ചു തന്നല്ല. ഉലുവാപ്പൊടി മത്തി പറ്റിക്കുമ്പോൾ ഉടനെ ചേർത്ത് വെക്കണ്ട. അതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ തിളയൊക്കെ വന്നു കഴിഞ്ഞ് ഇട്ടാൽ മതി. അതപ്പം ആ പീരയിലൊക്കെ പിടിച്ചോളും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടപ്പടച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ നാട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ കറിവേപ്പില ഫ്രഷായിട്ട് കഴുകി എടുത്ത് വാരി വിതറി കൊടുക്കാം. എനിക്കിവിടെ ഇപ്പം കറിവേപ്പില കുറവാണ്. ഞാൻ ഉള്ളത് ആദ്യമേ ചേർത്ത് കൊടുത്തു. വേണമെങ്കിൽ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുക്കാം. ഞാനിപ്പം എണ്ണയൊന്നും ചേർക്കുന്നില്ല ഇതിന്. ഇതിപ്പോൾ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിന് അടപ്പടച്ചു കൊടുക്കണം. മത്തി പീര വെച്ചതിൻ്റെ ഫൈനൽ സ്റ്റേജാണിത്. ഇത് ഞാൻ ചട്ടിയിൽ നിന്നും കുറച്ചൊന്ന് ഡിഷ് ഔട്ട് ചെയ്തതായി നമുക്ക് ലഞ്ചിന് വേണ്ടി ഉപയോഗിക്കാൻ. അപ്പോൾ ഇതുണ്ടല്ലോ, ചെണ്ടക്കപ്പ പുഴുങ്ങിയതും കപ്പയെ അരപ്പിടാതെ വെള്ളയ്ക്ക് പുഴുങ്ങത്തില്ലേ, അത് പുഴുങ്ങിയെടുത്തത് ഈ മത്തിപ്പീരയും കൂടെ എന്തൊരു ടേസ്റ്റാണെന്നോ. എൻ്റെ ചെറുപ്പത്തിൽ അതൊക്കെ കഴിച്ചതിൻ്റെ നല്ല ഓർമ്മകളാണ്. ഇപ്പം ഇവിടെ കപ്പയില്ല, അതുകൊണ്ട് ചോറിൻ്റെ കൂടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾ കപ്പയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ.